ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പസ്തോലനായ പൗലോസ് നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ട് താൻ വളരെ ഉള്ളിൽ ഞെരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് അപ്പസ്തോലൻ തൻ്റെ സഭയെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച് പറയുന്നതായ ഒരു വേദഭാഗം. അവിടെ നാം ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ വളരെ വേദനപ്പെടുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രസവ വേദന എന്ന് പറഞ്ഞുകൊണ്ട് താൻ വേദനപ്പെടുന്നതായ ഒരനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ പ്രസവവേദന എന്നൊരനുഭവത്തെ നാം ഉണരുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, തൻ്റെ തലയിൽ 12 നക്ഷത്രങ്ങൾ, കാൽക്കൽ ചന്ദ്രൻ, സഭ എന്ന ദൈവിക അനുഭവത്തിൻ്റെ വ്യക്തമായ നിർവചനം കൊടുക്കപ്പെട്ടതായ ആ സ്ത്രീ വേദനപ്പെട്ട് നിലവിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവൾ വേദനപ്പെട്ട് നിലവിളിച്ച് ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുന്നതായും ആ ആൺകുഞ്ഞ് പെട്ടെന്ന് ദൈവസിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട്. ആ ആൺകുഞ്ഞിനെക്കുറിച്ച് അവിടെ പരാമർശിക്കപ്പെട്ട പരാമർശമെന്ന് പറയുന്നത് ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കുന്ന, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന് ദൈവം കൊടുത്തിരിക്കുന്നതായ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന യേശുവിന് കൊടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ഉള്ള അനുഭവത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ആ ആൺകുട്ടി ജയം പ്രാപിച്ച ആൺകുട്ടിയായി ക്രിസ്തുവിൻ്റെ അതേ അനുഭവങ്ങൾ, അധികാരങ്ങൾ ഉള്ളവരായി ദൈവ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവമായി നാം വായിക്കുമ്പോൾ ആ സ്ത്രീയുടെ പ്രസവ വേദന എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടുന്ന ദൈവസഭയുടെ ഉൽപ്രാവണത്തിൻ്റെ അനുഭവമാണെന്ന് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കുവാനിടയാകുന്നു. ആകയാൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നാം ജയാളികളായി, തേജസ്കരിക്കപ്പെട്ടവരായി, നിത്യരാജ്യത്തിന് യോഗ്യരായതവാ സിംഹാസനത്തിൽ കർത്താവിൻ്റെ വലതുഭാഗത്ത് കർത്താവിനോടുകൂടെ ഇരിപ്പാനിടയാകുന്ന ഒരനുഭവം നമുക്ക് പ്രാപിപ്പാൻ ഇടയാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്കായി പ്രസവവേദനപ്പെടുന്നു എന്ന്. അവിടെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്നൊരു വാക്ക് നാം വായിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വരുന്ന ചിന്ത, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി വരുന്ന ഒരനുഭവമാണ് നമുക്ക് ചിന്തയിൽ വരുവാൻ ഇടയാകുന്നത്. ആ ചിന്തയോടെ നാം ശ്രദ്ധിക്കുമ്പോൾ അടുത്ത വാചകം നമുക്കതിന് സപ്പോർട്ടായി നിൽക്കുവാനിടയാകുന്നു, താൻ പ്രസവ വേദനപ്പെടുവാനിടയാകുന്നു എന്ന്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ഉരുവാകുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ ഇടയാകുന്ന അനുഭവമായി, ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ നമുക്കിടയാകുന്ന ഒരവസ്ഥയാണെന്ന് നാം വ്യക്തതയോടെ ഉണരുവാൻ ഇടയാകേണ്ടിയിരിക്കുന്നു. നമ്മിൽ ക്രിസ്തു ഉരുവായിട്ട് ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്ന് ആ ക്രിസ്തു നമ്മിൽ ശ്രേഷ്ഠത പ്രാപിച്ച് കർത്താവിൻ്റെ ദിവ്യ അനുഭവത്തിന് യോഗ്യമായ ഒരനുഭവത്തിൽ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരനുഭവമായത് നമ്മിൽ മാറുവാൻ ഇടയാകണം. അതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് ഉണരുവാൻ ഇടയാകുന്നത്. ആ അനുഭവത്തെ അപ്പസ്തോലൻ മറ്റൊരു ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്നത്, തൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. പുറമേ ഒരു മനുഷ്യനുണ്ട്, അതോടൊപ്പം തന്നെ അകമേയും ഒരു മനുഷ്യനുണ്ട് എന്ന് വായിക്കുന്നു. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകും എന്നുള്ളത് സത്യമാണ്. പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ബലഹീനതയിലൂടെ നാം നടത്തപ്പെട്ട് ശരീരം ബലഹീനപ്പെട്ട് അവസാനം അത് മണ്ണാകയാൽ മണ്ണിനോട് ചേരുവാനിടയാകുന്നു. ഈ ജഡരക്തങ്ങൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കയില്ല. അത്
ഈ മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ മണ്ണിലേക്ക് ചേരുവാൻ ഇടയാകുമെന്ന് നാം ഉണരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിച്ചുകൊണ്ടാണ് നാം നിത്യതയിൽ വസിപ്പാൻ ഇടയാകുന്നത്. ആ സ്വർഗീയന്റെ പ്രതിമ ധരിപ്പാൻ ഇടയാകുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനാണ് രൂപാന്തരപ്പെട്ട് ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയാകുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൺശരീരം മാറി ഒരു സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട്, അഥവാ നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ തൻ്റെ അടുക്കൽ ചേർക്കപ്പെടുവാൻ തന്നോട് കൂടെ ആയിരിക്കാൻ നമുക്കിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉണരേണ്ട അനുഭവം, നാം ക്രിസ്തു നമ്മിൽ ഉരുവായിട്ട്, അഥവാ നാം ക്രിസ്തുവിനുള്ളവരായി തീർന്നിട്ട് ആ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലൂടെ നാം പടിപടിയായി വളർന്ന് 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 ദൈവികമായൊരു വളർച്ച പ്രാപിച്ചിട്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നാം വളരുവാൻ നമുക്കിടയാകണം. എഫെസ്യ ലേഖനം നാം വായിക്കുമ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, 4-15 വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്ന ഒരനുഭവം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത അഥവാ ശ്രേഷ്ഠത എന്ന് പറയുവാനിടയാകുന്നത്. എന്നാൽ ഈ ജീവിതത്തിൻ്റെ അനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ മുമ്പേ ഞാനൊരു വാക്യം ഓർപ്പിപ്പാനിടയായി. എന്താണ്? പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്ന വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ പുറമേ ഒരു മനുഷ്യനുണ്ട്, അകത്തും ഒരു മനുഷ്യനുണ്ട്. ഈ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുമെന്നുള്ളതാണ് സത്യം. പക്ഷെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിപ്പാനിടയാകുന്നു. ഇതിൽ നിന്ന് ഒന്നാമത് നമ്മുടെ ചിന്തയിൽ വരേണ്ടതായ കാര്യം, നമ്മുടെ അകത്ത മനുഷ്യനെ ആരും കാണുന്നില്ല, ആരും അറിയുന്നുമില്ല എന്നുള്ളതാണ് സത്യം. എന്നിൽ ഒരകത്ത മനുഷ്യനുണ്ടെന്നുള്ളത് എനിക്കല്ലാതെ നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. ഉണ്ടോ എന്ന് പോലും നാം അറിയുന്നില്ല. എന്നാൽ അവരവരുടെ ജീവിതത്തിൽ അവർക്കൊരു വ്യക്തമായ ബോധ്യതയുണ്ട്. എന്താണ്? അകത്തൊരു മനുഷ്യൻ ഉണ്ട് എന്നുള്ളത്. ആ ഒരു ബോധ്യത ഉള്ളവരായി നാം മാറിയെങ്കിൽ മാത്രമേ ആ അകത്തെ മനുഷ്യൻ്റെ പോഷണത്തിനായി, അഥവാ അതിൻ്റെ പുതുക്കത്തിനായി, അതിൻ്റെ വളർച്ചയ്ക്കായി ജീവിക്കുവാൻ, ഉത്സാഹിക്കുവാൻ നമുക്ക് ഇടയാകത്തുള്ളൂ. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ആഗ്രഹിച്ച് ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാതാവിൻ്റെ ജീവിതത്തിൽ ആ മാതാവ് തന്നെ വളരെ കരുതലോടെ ജീവിപ്പാൻ ഇടയാകുന്നത് മാത്രമല്ല, തൻ്റെ കുഞ്ഞിനു കൂടെ പോഷണം കിട്ടത്തക്കതായ അനുഭവത്തിൽ ആ കുഞ്ഞിനെ കൂടെ കരുതിക്കൊണ്ടാണ് ജീവിപ്പാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ കരുതി നമ്മുടെ ആത്മീക പോഷണത്തെ കണ്ടുകൊണ്ട് ആ നിലയിൽ ജീവിപ്പാൻ നമുക്കിടയാകണം. ഞാൻ സുവിശേഷ മീറ്റിംഗ് നടത്തിയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടി, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, 5-6 മാസമായെന്ന് തോന്നുന്നു. അവള് ആ വഴിയായി ഇടയ്ക്കെന്തോ ബാത്റൂമിൽ എഴുന്നേറ്റ് പുറത്തോട്ട് വന്നപ്പോൾ ഞാനവിടെ പുറത്തിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനവളെ ശ്രദ്ധിച്ചു. എനിക്ക് അവളെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അവൾ കല്യാണം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് അറിയാവുന്നൊരു കുട്ടിയാണ്. അവൾ ഓടിച്ചാടി നടന്നല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടെ പണികളൊക്കെ ചെയ്യുന്ന, എല്ലാത്തിനും ഉത്സാഹത്തോടെ ചാടിത്തുള്ളി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ കരുതലോടെ ഗഹനമായി ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും ശ്രദ്ധിച്ച് വളരെ സാവധാനത്തിലാണ് നടക്കുവാനിടയായത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, അവൾക്കൊരു ബോധ്യതയുണ്ട്, അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉണ്ട് എന്നുള്ളത്. ആ ബോധ്യതയും അറിവും അവളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്.
അവളുടെ കല്യാണത്തിന് മുൻപ് ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എന്നോട് സഹകരിക്കുന്ന ഒരു കുഞ്ഞാണ്. ഏത് കാര്യത്തിനും തുള്ളിച്ചാടി ഓടി നടന്ന് എന്ത് പറഞ്ഞാൽ അത് ഉത്സാഹത്തോടെ ചെയ്യും. ചാടാൻ പറഞ്ഞാൽ ചാടും, ഓടാൻ പറഞ്ഞാൽ ഓടും. ഒന്നിനൊരു മടിയില്ല. അതിനൊക്കെയുള്ള സ്റ്റാമിനയുണ്ട്. നല്ലൊരു ഉത്സാഹമുള്ള കുഞ്ഞാണ്. പക്ഷെ ഇപ്പോൾ അവളുടെ അവസ്ഥയിൽ അവൾ ജീവിക്കുന്നത് വേറൊരു നിലവാരത്തിലേക്കാണ്. പറഞ്ഞതിൻ്റെ സാരം ദൈവമക്കൾക്ക് മനസ്സിലായി കാണുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നാം ഇന്ന് എങ്ങനെ ജീവിക്കുന്നു? നമ്മുടെ അകത്ത് ഒരു ആൺകുഞ്ഞുണ്ടല്ലെങ്കിൽ ക്രിസ്തു ഉരുവാകുന്നുണ്ട്. ഒരകത്തെ മനുഷ്യൻ നമ്മിലുണ്ട് എന്ന ശ്രദ്ധയോട്, ഗഹനമായ ചിന്തയോട്, അതിനേറ്റയായ കരുതലോടെയാണോ നാം ജീവിക്കുന്നത്? അതോ അങ്ങനൊരു സംഭവമേ ഇല്ല എന്നുള്ള ചിന്തയിൽ ഫുൾ ഫ്രീഡത്തിൽ ഫ്രീയായി ഓടിച്ചാടി അഥവാ തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്ന ഒരു ജീവിതമാണോ നാം ചെയ്യുന്നത്? ഇന്ന് ചില ദൈവമക്കളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളും ജീവിതാവസ്ഥകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്: അവരിൽ ഒരാൺകുഞ്ഞ് അഥവാ ഒരകത്തെ മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ, ജീവിതാവസ്ഥകളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നുണ്ട് അവരിൽ ഒരു കുഞ്ഞ് ഉണ്ടോ ഇല്ലയോ, അകത്തെ മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം സഹോദരിമാർക്ക് മാത്രമല്ല സഹോദരന്മാർക്കും അറിയാം. ഒരു സ്ത്രീയെ നാം ശ്രദ്ധിക്കുമ്പോൾ അവളുടെ ആ നടപ്പും ഇരിപ്പും പോക്കും ഭാഗവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ പ്രകൃതി കാണുമ്പോഴും ശരീരത്തിൻ്റെ നില കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകും, വ്യക്തമായി പറയുവാൻ കഴിയും അവൾ പ്രഗ്നൻ്റ് ആണ് എന്നല്ലെങ്കിൽ അവളിൽ ഒരു അകത്തെ മനുഷ്യൻ അവളിൽ ഉണ്ട് എന്ന് പറയുവാൻ കഴിയും. ഇതേ നിലയിലുള്ള ഒരു ആത്മീക ജീവിതം ദൈവമക്കളെ നാം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മിൽ ഒരാൺകുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന ജയം പ്രാപിച്ച ആൺകുട്ടിയായി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന ഒരനുഭവം നമ്മിൽ ഉണ്ടാകത്തുള്ളൂ. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൈവിടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതല്ലാതെ ഒരിക്കലും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകയില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ നാം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരെ കരുതലുള്ളവരായി, വളരെ സൂക്ഷ്മതയുള്ളവരായി, നമ്മുടെ അകത്തെ മനുഷ്യന് ദോഷം വരാതെ, ക്ലേശം വരാതെ, നാശം വരാതെ സൂക്ഷിക്കുവാൻ ഇടയാകേണ്ട ഒരു കടമ, ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ നമുക്കിടയാകുന്ന ഒരനുഭവം, അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വെളിപ്പെടുത്തുവാൻ ഇടയാകേണ്ടത്. നമുക്കറിയാം, എത്രയോ സഹോദരിമാരുടെ ജീവിതത്തിൽ 10 മാസം അല്ലെങ്കിൽ 9 മാസം ചുമന്ന് പ്രസവത്തോടടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്, പ്രസവിക്കുന്നത് ചാപ്പിളേ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ പ്രസവിക്കുന്നത് വികലാംഗത്തോടു കൂടിയതായിരിക്കും, ഒരുപക്ഷെ പ്രസവിക്കുന്നത് മരിച്ച കുഞ്ഞിനെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. ആ നിലയെ നാം ഒന്നുണരുമെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മിലൊരകത്തെ മനുഷ്യനുണ്ട് എന്ന് നാം ധൈര്യപ്പെടുന്നെങ്കിൽ പോലും നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ അനുഭവത്തെ അവസാനം വരെയും സൂക്ഷിച്ച് അത് യാതൊരു വിഘ്നവും കൂടാതെ, യാതൊരു വിധമായ നാശവും ദോഷവും കൂടാതെ ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് അത് കടന്നു വരത്തക്കവണ്ണം ആ കുട്ടി, നമ്മുടെ അകത്ത മനുഷ്യനെ കരുതുന്നവരായി ജീവിപ്പാൻ നമുക്കിടയാകണമെന്നുള്ളതാണ് സത്യം. ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടേതായ ആ അനാസ്ഥ അല്ലെങ്കിൽ ആ ദൈവിക അനുഭവത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹമില്ലായ്മ, അല്ലെങ്കിൽ ഈ ഒരു സ്വർഗീയ അനുഭവത്തെ, ദൈവിക അനുഭവത്തെ വേണ്ട എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് മാറുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന് ദോഷം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് വികലമായ അവസ്ഥയിലേക്ക് മാറുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, വീണ്ടും തിരികെ ആ പഴയ അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ ഒരിക്കലും കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഒന്ന് ആത്മീയത മാറ്റിവെച്ചിട്ട് ലോകപ്രകാരം ലോകത്തിൻ്റെതായ അനുഭവങ്ങളിൽ അനാത്മീയതയോടെയൊക്കെ ജീവിച്ച് മുൻപോട്ട് പോയിട്ട് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ സമയപരിധി കഴിയുമ്പോൾ വീണ്ടും തിരികെ ആത്മീയതയിൽ
മുൻപിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഒരുപക്ഷെ അത് സാധ്യമല്ല എന്ന് വരുമെന്നുള്ളതാണ് സത്യം. ഏശാവിൻ്റെ ജീവിതാനുഭവം നമ്മെ അതാണ് ഓർപ്പിക്കുന്നത്. താൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞിട്ട് ഭൗമികമായ ഒരു നേരത്തെ ആഹാരത്തിനെന്നവണ്ണം, അല്ലെങ്കിൽ നാം മുമ്പേ കേട്ടുണർന്നതുപോലെ ലൗകികമായ അനുഭവങ്ങളുടെ പിന്നാലെ പോകുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ആ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞപ്പോൾ തിരുവഴുത്തിൽ പിൽക്കാലത്ത് പുതിയ നിയമസഭയ്ക്കുള്ള നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ആഗ്രഹിച്ച് കരഞ്ഞ് നിലവിളിച്ചു എങ്കിലും മനസാന്തരത്തിന് ഇടകിട്ടാതെ തള്ളപ്പെട്ടു എന്നാണ്. ആകയാൽ യൗവനക്കാരോട് വിശേഷാൽ എല്ലാ ദൈവമക്കളോടും ഓർപ്പിക്കുന്ന ഒരു സത്യം, നമ്മിൽ ഉരുവാകുന്ന അകത്തെ മനുഷ്യനെ അവസാനം വരെയും സൂക്ഷിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നാം അതിന് കടമപ്പെട്ടവരാണ്. അതിന് വിഘ്നം വരുത്തിയിട്ട്, ദോഷം വരുത്തി, നാശം വരുത്തിയിട്ട് പിന്നീട് നമ്മുടെ ആത്മീയ ജീവിതത്തെ വീണ്ടും പണിതെടുക്കാമെന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കഴിയാതെ പോയി എന്നിരിക്കും. ദൈവത്തിൻ്റെ കരുണയാൽ ഒരുപക്ഷെ സാധ്യമായേക്കാമെന്നല്ലാതെ ഒരിക്കലും നമുക്കതിന് ഗ്യാരണ്ടിയില്ല സഹോദരങ്ങളെ. ആകയാൽ ആത്മീയ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത മനുഷ്യനെ കുറിച്ച് എപ്പോഴും കരുതലുള്ളവരായി, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ എത്രത്തോളം കരുതലോടെ മുൻപോട്ട് പോകുന്നുവോ, എത്രത്തോളം ശ്രദ്ധയോടെ ജീവിക്കുന്നുവോ, ആ ഒരു നില നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പ്രാപിപ്പാൻ ഒരുങ്ങിയെങ്കിൽ മാത്രമേ നമ്മിൽ നിന്ന് ക്രിസ്തു ഉരുവാകത്തുള്ളൂ, അഥവാ ക്രിസ്തു നമ്മിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് അനുരൂപരായി തീരുന്ന ഒരവസ്ഥയായി മാറുവാൻ ഇടയാകത്തുള്ളൂ. ആകയാൽ തന്നെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്ത നമ്മിലെപ്പോഴും ഉണ്ടാകട്ടെ. നമ്മിലൊരകത്ത മനുഷ്യനുണ്ടെന്ന് മറ്റാരും അറിയുന്നില്ല, നാം മാത്രമാണ് അറിയുന്നത്. ആ ചിന്തയോട്, ആ ഒരു കരുതലോട് നമ്മെ തന്നെ ക്രമീകരിച്ച് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. ഇനിയും അപ്പസ്തോലൻ പറയുന്നതിൻ്റെ മറ്റൊരു വിഷയം നാം ഉണരേണ്ടതുണ്ടെന്താണ്? ഞാൻ പ്രസവ വേദനപ്പെടുന്നു എന്ന് പറയുന്നു. നമ്മിൽ ക്രിസ്തു ഉരുവാകുവാൻ ശുശ്രൂഷകനായ അപ്പസ്തോലൻ പ്രസവ വേദനപ്പെടുന്നു എന്നാണ് നാം അവിടെ വായിപ്പാനിടയാകുന്നത്. അതിൻ്റെ ആത്മീയ അനുഭവം എന്ന് പറയുന്നത്, നമ്മെ ആത്മീയത്തിൽ വളർത്തുവാൻ, ആത്മീയത്തിൽ നമ്മെ ശ്രേഷ്ഠരാക്കി തീർക്കുവാൻ, കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാൻ നിയമിക്കപ്പെട്ട ശുശ്രൂഷകരുടെ ജീവിതത്തിൽ അവരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ കടമയാണ്. അവർ ദൈവമക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും അവരെ ആ നിലയിൽ സൂക്ഷിക്കുവാനും സഹായിക്കുവാനും ഒക്കെ കടപ്പെട്ടവരാണ്. ആ നിലയിലൊരു ഹൃദയത്തിൻ്റെ വേദന അവർക്ക് ഉണ്ട് എന്നുള്ളത്, അഥവാ അവർക്കുണ്ടാകണം എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടവരാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിലാണ് നാം വായിക്കുമ്പോൾ അധികാരസ്ഥരെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗത്താണ് അപ്പോസ്തലൻ പറയുന്നു, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് പറയും. ഇബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷകർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ദൈവമക്കളുടെ ആത്മാക്കളെ കുറിച്ച്. അവരെ കുറിച്ചല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ദൈവമക്കളെ കുറിച്ചല്ല കണക്ക് കൊടുക്കേണ്ടത്, പിന്നെയോ അവരുടെ ആത്മാക്കളെ കുറിച്ച്. അക്ഷരീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയല്ല ശുശ്രൂഷകർക്ക് ആവശ്യം, പിന്നെയോ ആത്മീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ആവശ്യം. ആ കാര്യങ്ങൾക്കാണ് അവർ ഉത്സാഹിക്കേണ്ടത്, ആ കാര്യങ്ങൾക്കാണ് അവർ പ്രാർത്ഥിക്കേണ്ടത്, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവമക്കൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം തിമോഥെയോസ് ലേഖനം വായിക്കുമ്പോൾ പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഏതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് വായിക്കുന്നു. അക്ഷരീകമായ കാര്യങ്ങൾക്കല്ല ശുശ്രൂഷകർ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവമക്കളുടെ അക്ഷരീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ശ്രേഷ്ഠതയ്ക്കുമല്ല ശുശ്രൂഷകർ പ്രാധാന്യം കൊടുക്കുന്നത്, പകരം അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കാണ്. ആ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അവരും ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടവരാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ പ്രസവവേദനപ്പെടുന്നവളായി ആൺകുട്ടിയെ പ്രസവിക്കുന്ന ഒരു അനുഭവം നാം കാണുമ്പോൾ, ആ അനുഭവത്തെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും
പ്രസവവേദനപ്പെടേണ്ടവർ ആരാണ്? അവരവർ തങ്ങളെക്കുറിച്ച് പ്രസവ വേദനപ്പെടുന്നവരാകുവാനിടയാകണം. അഥവാ തങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തക്കതായ ഒരു അനുഭവം പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കരയേണ്ടതും നിലവിളിക്കേണ്ടതുമൊക്കെ വേദനപ്പെട്ടൊരുങ്ങേണ്ടതൊക്കെ അവരവർ തന്നെയാണെന്നുള്ളതാണ് സത്യം. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും പിന്നെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണമെന്നാണ്? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല പറയുന്നത്, പിന്നെയോ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. എന്തിനാണ്? നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ നിർത്തപ്പെടുവാൻ, കർത്താവിൻ്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ രണ്ടാമത് നാം ഉണരേണ്ടതായ ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നാം വേദനപ്പെട്ട് നിലവിളിക്കുന്നവരായി തീരുവാനിടയാകണം. ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായുള്ള കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായെങ്കിൽ മാത്രമേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തക്കതായ അനുഭവത്തിലേക്ക് നാം നടത്തപ്പെടുവാൻ, അഥവാ ആ അനുഭവങ്ങളെ പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിനെ നമുക്ക് ഉണരുവാനിടയാകണമെങ്കിൽ നാം സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കയിൽ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്ന് പറയുന്നു. പ്രാർത്ഥന എന്നൊരനുഭവം പറയുന്നു. പിന്നെ എന്ത് പറയുന്നു? യാചന എന്നൊരനുഭവം പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർപ്പിക്കുന്നത്. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് യാചന. അവിടെ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിപ്പാനല്ല പറയുന്നത്, പിന്നെയോ പ്രാർത്ഥനയിൽ യാചിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുന്നു. പ്രാർത്ഥനയിൽ യാചിക്കുന്ന കാര്യം. അപ്പോൾ പ്രാർത്ഥനയല്ല ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളത്. സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഏറ്റവണ്ണം, ഓരോ അവസ്ഥകൾക്ക് ഏറ്റവണ്ണം നാം പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ടവരാണ്. സഭായകത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഭായത്തിൻ്റെ പ്രാർത്ഥനയല്ല വീട്ടുപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക. കല്യാണത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുക. അതിനെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഘടനകളുണ്ട്. ചിലർക്ക് സഭായകത്തിന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നോ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നോ ഒന്നും അറിയത്തില്ല. സഭായത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ മൈക്ക് കിട്ടിയാൽ ഉടനെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പോലെ നാട്ടിലെയും വീട്ടിലെയും കൂട്ടിലെയും കാട്ടിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി തീരും. അത് അറിവുകേടാണ്. സന്ദർഭങ്ങൾക്കേറ്റവണ്ണം പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവരാണ് നാം. അത് ഓരോ സാഹചര്യങ്ങൾക്ക് ഏറ്റവണ്ണം നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു അനുഭവമുണ്ട്. എന്താണ്? യാചന എന്ന് പറയുന്ന ഒരനുഭവം. യാചന എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നാം വരുമ്പോഴാണ് ദൈവം നമുക്ക് ഉത്തരം നൽകുവാനിടയാകുന്നത്. അഥവാ നാം യാചിക്കുന്ന കാര്യത്തിലാണ് കർത്താവ് നമ്മെ കൂടുതൽ ശ്രദ്ധിക്കുവാനിടയാകുന്നത്. ആകയാൽ ആ ഒരു അനുഭവത്തെ ഉണരുവാൻ നമുക്കിടയാകട്ടെ. യാചന എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നാം എബ്രായ ലേഖനത്തിലാണ് വായിക്കുമ്പോൾ തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് എങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയ യാചനയും കഴിച്ചു എന്ന് വായിക്കുന്നു. അപേക്ഷയും അഭയ യാചനയും, ഇല്ലേ? തൻ്റെ യാചന എങ്ങനെയായിരുന്നെന്നാണ്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. എബ്രായ ലേഖനം 5:7 വാക്യം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയ യാചനയും കഴിക്കുകയും.
അപ്പോൾ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെയാണ് പ്രാർത്ഥിപ്പാൻ അഥവാ യാചന കഴിപ്പാൻ ഇടയായതെന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവമക്കളെ നാം ഉറച്ച നിലവിളിയോട് കണ്ണുനീരോട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മുമ്പേ നാം ലൂക്കോസ് സുവിശേഷത്തിൽ കണ്ടത് എന്താണ്? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്ന് പറയുന്നു അല്ലേ? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്ന്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെ കർത്താവ് തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ ആഗ്രഹിച്ച് നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ ദൈവം ക്ഷണത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരനുഭവം മൃതന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് അവർ ചെയ്യേണ്ട കാര്യത്തെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടതായി ഓർപ്പിക്കുന്നത്? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരാകണമെന്നാണ്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രതിയോഗിയായ പിശാചിനോട് പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുവാൻ അഥവാ നിത്യരക്ഷയ്ക്ക് നമ്മെ യോഗ്യരാക്കി കർത്താവിൻ്റെ വരവിൽ നമ്മെ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട അനുഭവം എന്താണെന്നാണ്? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം നാം എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട്? രാപ്പകൽ നാം നിലവിളിക്കുന്നവരാണോ? നമ്മുടെ ചിന്ത നാം ആണ് കർത്താവിൻ്റെ വരവിൽ പോകുവാൻ ഏറ്റവും യോഗ്യരായവർ. കാരണം മറ്റ് സഭകളെക്കാളൊക്കെ നല്ല ഉപദേശം, നല്ല കൂട്ടായ്മ, നല്ല നടത്തിപ്പ്, നല്ല വളർച്ച എല്ലാം നമുക്കുണ്ടാകയാൽ നാം ആണ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? പക്ഷേ ഈ തിരുവഴുത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി എത്രത്തോളം പ്രാർത്ഥിക്കുന്നവരാണ്? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്നതെന്ന് നാം തിരുവഴുത്തിൽ കർത്താവിൻ്റെ വചനം കേട്ടെങ്കിൽ, ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് എന്താണ്? നമ്മെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ ഇടയാകണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നിത്യരക്ഷയ്ക്ക് നമ്മെ യോഗ്യരാക്കുവാൻ ഇടയാകണമെങ്കിൽ എന്തു വേണം? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരായി തീരണം. ഈ രാപ്പകൽ നിലവിളിക്കുന്ന നിലവിളിയുടെ വചനം കേൾക്കുമ്പോൾ സുഖമായി കൂർക്കം വലിക്കുന്ന സഹോദരങ്ങൾ എവിടെ ചെന്ന് ചേരും? അഥവാ ഏതവസ്ഥയിലായി തീരും? ഉണരണം സഹോദരങ്ങളെ, സദാകാലവും എന്ത് ചെയ്യണമെന്നാണ്? ഉണർന്ന് പ്രാർത്ഥിപ്പാനിടയാകണം. ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. അഥവാ സദാകാലം രാപ്പകൽ നിലവിളിക്കുന്നവരാകണം. തൻ്റെ വൃതന്മാർ എങ്ങനെയുള്ളവരാണ്? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവർ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിപ്പാനിടയാകട്ടെ. ഒറ്റ വാക്കിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്ന നിലയിൽ നമ്മിലെ അകത്ത മനുഷ്യൻ പൂർണ്ണത പ്രാപിച്ച് അതിൻ്റെതായ ശ്രേഷ്ഠത പ്രാപിച്ച് ജയം പ്രാപിച്ചൊരാൺകുട്ടിയായി എടുത്തുകൊള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്നവരാകണം. ആരംഭത്തിൽ നാം ഉണരുവാനിടയായി നമ്മുടെ ജീവിതാനുഭവങ്ങൾ കാണുമ്പോഴേ അറിയാം നമ്മിലൊരാൺകുട്ടി ഉണ്ടോ അഥവാ അകത്ത മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ എന്ന്. പലരുടെയും ജീവിതാവസ്ഥകളിൽ അവരിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവര് ആ ഒരവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല എന്ന് വളരെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ പഠിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന ജീവിതാനുഭവമായി പലരെയും കാണുവാൻ കഴിയും. വളരെ ചുരുക്കം ചിലരാണ് തങ്ങളിൽ ഒരു ആൺകുട്ടിയുണ്ട് അഥവാ ജയം പ്രാപിക്കേണ്ട ഒരു അകത്തെ മനുഷ്യനുണ്ടെന്ന ചിന്തയോട് തങ്ങളുടെ ജീവിതത്തെ വ്യക്തമായി കരുതലോടെ സൂക്ഷിച്ച് ഗർഭിണിയായ ഒരു സഹോദരി എൻ്റെ കുഞ്ഞിനെ കാത്തുകൊണ്ട് അതിനേറ്റ നിലയിൽ തൻ്റെ ഡെലിവറി ഡേറ്റ് വരെയും സൂക്ഷ്മതയോടെ നടക്കുന്ന പോലെ ജീവിതത്തെ കരുതി വ്യക്തതയോടെ ജീവിക്കുന്ന ഒരു ജീവിതം നമ്മിൽ വെളിപ്പെടുന്നത് വളരെ ചുരുക്കം ചിലരിൽ മാത്രം. മാനുഷികമായി നമുക്കറിയാം, ഒരു സഭയെ നാം എടുത്താൽ പോലും ആ സഭയിൽ ഈ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന
സഹോദരിമാരുടെ എണ്ണം എടുത്താൽ വളരെ ചുരുക്കമായിരിക്കും ഇല്ലേ? 100 പേരുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 പേരുള്ളൊരു സഹോദരിമാരാണെങ്കിൽ ഒരാളെ പോലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞിട്ട് വരത്തില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചില സഭകളിലൊക്കെ ഒരു കുഞ്ഞ് ജനിക്കുവാനിടയാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇന്ന് നമ്മുടെ മധ്യേ പൊതുവേ കാണപ്പെടുന്ന ഒരു കാര്യം അതാണ്. പെന്തക്കോസ്ത് സഭയെ മുഴുവനും നാം ഇന്നെടുത്ത് പരിശോധിച്ചാൽ പോലും വളരെ അപൂർവമായി ചുരുക്കം ചിലരെയാണ് ഈ നിലയിൽ തങ്ങളിൽ ഒരകത്തെ മനുഷ്യനുണ്ട് എന്ന ചിന്തയോടും കരുതലോടും കൂടെ ജീവിക്കുന്നവരായി കാണപ്പെടുന്നത്. അല്ലാത്തവരൊക്കെ സന്തോഷത്തോടെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് തങ്ങൾക്ക് ബോധിച്ച വണ്ണമൊക്കെ ജീവിച്ച് മുൻപോട്ട് പോകുകയാണ്. കാരണം അവർക്ക് തന്നെ അറിയാം അവരിൽ ഒരാൺകുഞ്ഞ് അഥവാ ഒരകത്തെ മനുഷ്യൻ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതമെന്ന് പറയുമ്പോൾ അത് തങ്ങൾക്ക് ഏറ്റുകൊള്ളുവാൻ കഴിയാത്തൊരനുഭവമായി മാറുകയാണ്. ചില ആഴ്ചകൾക്ക് മുൻപ് പകൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ക്രമീകരണം ചെയ്യുവാൻ ആഗ്രഹിച്ച് ഞാൻ പൊതുവിൽ പറഞ്ഞ് ആഗ്രഹിക്കുന്നവർ പൊതുവെ ലിസ്റ്റ് തരണമെന്ന് പറഞ്ഞപ്പോൾ ചുരുക്കം പേരാണ്, 2 പേരിൽ കൂട്ടി എണ്ണിയാൽ പോലും എത്താത്ത നിലയിലുള്ള വ്യക്തികളാണ് ആ 1 മണിക്കൂറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് താല്പര്യപ്പെടുവാനിടയായത്. ബാക്കിയുള്ളവരുടെ ആരുടെയും ജീവിതത്തിൽ ആ 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കുവാനുള്ള സാവകാശമോ സൗകര്യമോ ഇല്ലാത്തവർ അഥവാ പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടാത്തവരായി കാണപ്പെടുകയാണ്. എന്നാൽ അവർ സന്തോഷിക്കുന്നത് പ്രശംസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 4 മണിക്ക് എഴുന്നേറ്റ് സ്വോത്ര പ്രാർത്ഥന നടത്തുന്നുണ്ട്, വൈകിട്ട് വീട്ടു പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരാണെന്ന് അഭിമാനിക്കുന്നു. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വാക്ക് ആ നിലയിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ സാഹചര്യങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട മാത്രമായൊരു പ്രാർത്ഥനാ ജീവിതമല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. അഥവാ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർ. അപ്പോൾ നിങ്ങളും ചോദിക്കും, ഞാനും ചോദിക്കുന്നത് അത് തന്നെ. നമ്മിൽ എത്ര പേരുണ്ടാകും ആ നിലയിൽ? നമ്മിൽ എത്ര പേർ ആ നിലയിൽ കാണുവാനിടയാകും? ആരെയെങ്കിലുമൊക്കെ കണ്ടു കിട്ടുമോ? തീർച്ചയായിട്ടും നാടൻ ഭാഷയിൽ പണ്ട് പറയുമ്പോൾ മഷിയിട്ട് നോക്കണം കിട്ടുമോ ഇല്ലയോ എന്ന്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലവാരം. പക്ഷേ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് നാം ഇതൊന്ന് ഉണർന്നുകൊണ്ട് നാം ഇതൊന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭോഷത്വമായ ചിന്തകളെയൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞിട്ട് നാം ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി വല്ലവിധേനയും എനിക്കൊന്ന് കർത്താവിൻ്റെ വരവിൽ പോകണം എന്നുള്ള ചിന്തയും ആഗ്രഹവും ഉള്ളവരായി മാറുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികതയിൽ വരുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കത്തക്കതായ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ, കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് സത്യം. സക്രിയ പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം കുത്തിയവങ്കലേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൊടുക്കുന്നതായ ആത്മാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ കൊടുക്കുമെന്നാണ്. കൃപയുടെയും യാചനകളുടെയും ആത്മാവ്. സക്രിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം. കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും എന്ന് പറയുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പ്രാപിപ്പാൻ നാം ഉത്സാഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും, ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ കഴിയും. സദാകാലവും ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരാകും, രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കേണ്ടതായ അനുഭവം അഥവാ നാം പ്രാപിക്കേണ്ടതായ അനുഭവം. 1 കൃപയുടെ ആത്മാവ്, 2 യാചനകളുടെ ആത്മാവ്. കൃപയുടെ ആത്മാവെന്ന് പറയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് തൻ്റെ 1-ാം ലേഖനത്തിലാണോ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർമ്മതരായി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിനെന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകുന്നത് കൃപയാൽ ആണ് എന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെക്കുന്നവർക്ക് കർത്താവ് തൻ്റെ കൃപ നൽകുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. പത്രോസ് 1-ാം അധ്യായം 13-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ കർത്താവിൻ്റെ കൃപ
നമ്മെ കർത്താവിൻ്റെ വരവിന് യോഗ്യരാക്കുന്നതാകയാൽ അന്ന് കൃപയാൽ രക്ഷ പ്രാപിക്കത്തക്കവണ്ണം ദൈവകൃപ വെളിപ്പെടുമെങ്കിൽ ദൈവമക്കളെ നാം ഇപ്പോഴേ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാകണം. ദൈവം തൻ്റെ കൃപയുടെ ആത്മാവിനെ നമ്മിൽ പകർന്ന് ഓരോ നാളും നമുക്ക് ആവശ്യമായ കൃപ തന്ന് കൃപമേൽ കൃപ പ്രാപിച്ച് അവസാനം കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടത്തക്കവണ്ണമുള്ള ആ ദൈവകൃപ പ്രത്യക്ഷമായി നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയാകും. കൃപ വേണ്ട എന്ന് പറയുന്നവരും കൃപയെ തള്ളിക്കളയുന്നവരുമൊക്കെ ഒരിക്കലും കർത്താവിൻ്റെ വരവിലും പോകത്തില്ല, ദൈവരാജ്യത്തിലും കാണപ്പെടത്തില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ ഒന്നാമത് ദൈവം നമുക്ക് കൃപ തരണം, അഥവാ കൃപയുടെ ആത്മാവിനെ തരുവാൻ ഇടയാകണം. രണ്ടാമത് എന്താണ്? യാചനകളുടെ ആത്മാവിനെ തരുമെന്നാണ്. യാചനകളുടെ ആത്മാവിനെ. യാചനയുടെ ആത്മാവെന്ന് കേട്ടാൽ നമുക്ക് സന്തോഷമായേനെ അല്ലേ? കാരണം എന്താണ്? ഒരിക്കലൊന്ന് യാചിച്ചാൽ മതി, പിന്നെ യാചിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ എന്നാണ്. അങ്ങനെയെങ്കിൽ അവസാനം വരെയും പ്രസവ വേദനപ്പെട്ട് നിലവിളിക്കുന്ന സ്ത്രീ പ്രസവം കഴിയും വരെയും നിലവിളിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത് സഹോദരിമാർ ജീവിതാനുഭവത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ, സഹോദരന്മാർക്കും അങ്ങനെ ഒരു അറിവും ബോധ്യതയും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം നിലവിളിക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? നിലവിളികൾ നമ്മിൽ നിന്ന് ഉയരുവാനിടയാകണം. അഥവാ അവസാന സമയം വരെയും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തിരുമുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകും വരെയും നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരാകണം. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരായി തീരണം. അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനിടയാകുന്നത്. ഇവിടെ വലിയ ഭക്തനാണെന്ന് നടിച്ചുകൊണ്ട്, ഞാൻ ശ്രേഷ്ഠനാണെന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് ജീവിതത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കാത്തവരും ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാത്തവരുമായി ജീവിക്കുന്ന ജീവിതങ്ങൾ ഒരിക്കലും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ വരവിന് യോഗ്യരായി തീരത്തക്കവണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൃപയാൽ കാക്കപ്പെടുവാൻ, ഞാനാകുന്നത് കൃപയാൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് തങ്ങളുടെ ജീവിതത്തെ കാത്തുകൊള്ളുന്നവർക്ക് ദൈവം തൻ്റെ കൃപ നൽകിയിട്ട് അവർ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായി, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ രാപ്പകൽ നിലവിളിക്കുന്നവരാകുവാൻ നിലവിളിയുടെ യാചനകളുടെ ആത്മാവിനെ നൽകിക്കൊണ്ട് കർത്താവ് അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം ഒന്ന് കണ്ടുണർന്നുകൊണ്ട് നമ്മുടെ ഉദാസീനതയും അലസതയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് വല്ലവിധേന നിത്യരക്ഷ പ്രാപിപ്പാൻ ഉത്സാഹിക്കുന്നവരായി, അതിനുവേണ്ടി പരിശ്രമത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകുമെങ്കിൽ തീർച്ചയായിട്ടും നാം കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവരാകും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് കണ്ടുണർന്ന് പരിശോധിച്ച് ഈ നാളുകളിൽ നമ്മെ തന്നെ നാം സൂക്ഷിക്കുന്നവരാണോ എന്ന് നമ്മെ കണ്ടുണരുവാനിടയാകട്ടെ. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ജീവിതാനുഭവങ്ങളെയും ജീവിതാവസ്ഥകളെയും തൻ്റെ ശരീരത്തെയും ഒക്കെ എത്രത്തോളം സൂക്ഷിച്ച് കരുതലോടെ ജീവിക്കുമോ, ആ കരുതലും സൂക്ഷിപ്പും നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടായി ലോകമനുഷ്യരെ പോലെ മറ്റുള്ളവരെ പോലെ വ്യർത്ഥമായി ജീവിക്കുന്ന ജീവിതാനുഭവത്തിന് ഇടം കൊടുക്കാതെ തങ്ങളെ തന്നെ ശ്രദ്ധിച്ച് കാത്തുകൊള്ളുന്നവരായിരിക്കാൻ നമുക്കിടയാകട്ടെ. ആ ലോകമനുഷ്യൻ്റെ ജീവിതത്തിൽ അവനിൽ അകത്തെ മനുഷ്യനില്ല, അവൻ പുറമേ ഉള്ള മനുഷ്യൻ മാത്രമാണ്. അവന് തുള്ളിച്ചാടി ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ഇമ്പങ്ങൾക്കേറ്റവണ്ണം മാനുഷികമായ സ്വയം നിർണയങ്ങൾക്കും ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും ഏറ്റവണ്ണം ജീവിപ്പാൻ കഴിയും. എന്നാൽ ഒരാത്മീകനായ മനുഷ്യന് തൻ്റെ ഉള്ളിൽ ഒരകത്തെ മനുഷ്യനുണ്ടെന്ന് ബോധ്യതയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ലോകമനുഷ്യരെ പോലെ ജീവിപ്പാൻ അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സത്യം. അവൻ എപ്പോഴും തന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട്, തന്നെ തന്നെ കരുതിക്കൊണ്ട്, തൻ്റെ അകത്തെ മനുഷ്യന് ദോഷം ഭവിക്കാതെ വണ്ണം കരുതുവാനിടയാകുന്ന ഒരു ആത്മീയ ജീവിതമാണ് അവൻ ചെയ്യുവാനിടയാകുക. നാം ആ അവസ്ഥയിലായി തീരുവാൻ കർത്താവ് തൻ്റെ കൃപ നമുക്ക് ധാരാളമായി തരട്ടെ. മാത്രമല്ല,
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലായി മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ടാമത് വെളിപ്പെടുന്ന ഒരനുഭവം സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ ഇടയാകും. അഥവാ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരായി തീരുവാൻ ഇടയാകും. യാചിക്കുന്ന എന്തും ലഭിച്ചു എന്ന് വിശ്വസിപ്പിനെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ യാചനയിൽ ആവശ്യപ്പെടുന്ന കാര്യം കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവിനോട് അനുരൂപമാക്കി എടുത്തുകൊള്ളുവാനിടയാകുമാകയാൽ ആ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടതിന് നമ്മുടെ കർത്താവിങ്കിലേക്ക് നോക്കി കർത്താവിൻ്റെ വരവിൽ തന്നെ കണ്ട് തന്നോട് അനുരൂപരാകേണ്ടതിന് കർത്താവ് നമുക്ക് തരുന്ന രണ്ടാമത്തെ അനുഭവമാണ് യാചനകളുടെ ആത്മാവ്. ഈ അനുഭവങ്ങളെ പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനൊരുങ്ങി ജീവിക്കുന്നവരാകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.